ഹലോ, ഞാൻ ഡോക്ടർ അനഘ. നമ്മളിന്ന് പറയാൻ പോകുന്നത് പിത്ത സ്കിൻ കെയർ ആൻഡ് ഡയറ്ററി ടിപ്സാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹോട്ടായിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പാണ്. അതേപോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പാണ്. അപ്പോൾ ഇത്തരം സ്കിൻ ടൈപ്പുകാർ ചെയ്യേണ്ടത് ആയുർവേദിക് കൂളിംഗ് ഫേസ് മാസ്കുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സാൻഡൽവുഡ് പൗഡർ, അലവേറ ജെല്ല്, മുൾട്ടാണി മിട്ടി, കുക്കുംബർ ജ്യൂസ്, റോസ് വാട്ടർ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു 1 ടീസ്പൂൺ മുൾട്ടാണി മിട്ടി പൗഡർ, 1 ടീസ്പൂൺ സാൻഡൽവുഡ് പൗഡർ ഒരു ക്ലീൻ ബൗളിലേക്ക് ഇട്ട് അതിൽ കുറച്ച് അലവേറ ജെല്ലും റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്ത് ഒരു സ്മൂത്ത് പേസ്റ്റ് ആവുന്ന രീതിയിൽ ആക്കിയതിന് ശേഷം ഈവനായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 10 to 15 മിനിറ്റ്സ് നിങ്ങൾ ഫേസിൽ വെക്കുക. അധികം ഡ്രൈ ആവാൻ വിടരുത്. എന്നിട്ടൊരു കൂൾ വാട്ടറിൽ നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് ഹീറ്റിൽ നിന്ന് നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്യിപ്പിക്കും. അതേപോലെ റെഡ്നെസ്, ഇൻഫ്ലമേഷൻസ്, ആക്നെ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ സെൻസിറ്റീവ് സ്കിന്നെ ഒന്ന് സൂത്തൻ ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്ലോയും റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ സ്കിൻ ടൈപ്പുകാർക്കുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂളിംഗ് ഹെർബ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതായത് നീം, അലവേര, കുക്കുംബർ, സാൻഡൽവുഡ് ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്പൈസി ആയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഫുഡ്സൊക്കെ ഒഴിവാക്കുക. പിന്നെ നിങ്ങളുടെ സ്കിന്നിനെ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് പിത്ത സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. പിന്നെ അതുപോലെ മൈൽഡ് ആയിട്ടുള്ള നാച്ചുറൽ ക്ലെൻസേഴ്സ് മാത്രം യൂസ് ചെയ്യുക. ഭയങ്കര ഹാഷ് ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക, കൂളാക്കി വെക്കുക. അപ്പോൾ ഈ സ്കിൻ ടൈപ്പുകാർ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഈ രീതിക്ക് സ്കിൻ കെയർ ചെയ്യാം. താങ്ക് യു.